മിക്ക ദിവസങ്ങളിലും രാത്രി 10:30-11 മണിക്ക് ശേഷം വീട്ടിൽ വന്നാൽ ഈ കട്ട് കഴിക്കുന്ന 3 കുട്ടികളെ കാണാട്ടോ. ഞങ്ങൾക്ക് രാത്രി പൊരിഞ്ഞ വിശപ്പാണ്. വേണമെങ്കിൽ ഇതിനെ നൈറ്റ് ക്രേവിങ്സ് എന്നൊക്കെ വിളിക്കാല്ലേ. എന്താണെന്നറിയില്ല, എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സ്നാക്സ് കിടക്കാൻ നേരത്ത് വേണം. ചില സമയങ്ങളിൽ ഒന്ന് ഉറങ്ങി എണീച്ചിട്ടായിരിക്കും ഇത് കഴിക്കുന്നുണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും കഴിക്കാതിരുന്നാൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. എന്താ ചെയ്യാല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മാത്രം അല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 3 പേരുള്ളതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് കുറച്ചധികം മടി ബാധിച്ചിട്ടുണ്ട്. അതാണ് വീഡിയോയിലൊക്കെ അത് പ്രതിഫലിക്കുന്നത്. എന്തായാലും തിരിച്ച് ഞാൻ വരും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഗേറ്റൊക്കെ ഇന്നലെ രാവിലെ തന്നെ പെയിൻറ്റ് ചെയ്തു കേട്ടോ. പെയിൻ്റല്ല, പ്രൈമർ അടിച്ച് അത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റേഴ്സ് വന്നാൽ പെയിൻ്റ് അടിക്കുക, അത്രയേ ഉള്ളൂ. എന്നത്തെയും പോലെ വൈകുന്നേരം ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പുറത്ത് വന്നിരുന്ന് കാറ്റ് കൊള്ളുകയാണ് കേട്ടോ. കാറ്റ് കൊള്ളാനൊന്നുമില്ല, കാറ്റൊന്നും വരുന്നില്ല. ബട്ട് സ്റ്റിൽ പുറത്ത് വന്നിരിക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടും, ഫ്രഷ് എയർ കിട്ടുന്ന പോലെ തോന്നുവേ. ഈ കത്തുന്ന വെയിലില്ല എന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഇരുന്ന് ഇങ്ങനെ റോട്ടിലോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റും വരും, പിന്നെ മരങ്ങളും തണുപ്പും, അങ്ങനെ ഒരു ഏരിയ ആണിത്. പക്ഷെ വെയിലുണ്ടെങ്കിൽ അതികഠിനമായ വെയിൽ തന്നെയായിരിക്കും. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ. ഏതായാലും ശ്രീകുട്ടൻ ഇതാ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ ബോഡീനെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു, മറിയുന്നു. അതൊക്കെയാണ് ഇന്നത്തെ അവൻ്റെ എക്സസൈസ് കേട്ടോ. ഞാൻ ഈ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് നമ്മുടെ പൂള് കാണാൻ പറ്റുക. പൂളായിട്ട് തോന്നില്ല, വേറെ എന്തോ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടാണ് തോന്നുക. അത് നമ്മൾ മറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീടാണ് ഓർത്തത് കുറച്ച് ചാമ്പയ്ക്ക ബാക്കിയുണ്ടല്ലോ ഫ്രിഡ്ജിൽ നിന്ന്, വേഗം പോയി അതെടുത്ത് കഴുകി ക്ലീൻ ആക്കിയിട്ട് കഴിക്കാനിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഒരു പ്രത്യേക അവസ്ഥ. ഭയങ്കര വിശപ്പ് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് സമ്മർ സീസണിൽ നല്ല വിശപ്പാണല്ലേ. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇനി നാളെ എന്ത് വീഡിയോ ഇടുന്നതാണ്. കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് അടിക്കുകയാണ്, പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ദാരിദ്ര്യം നന്നായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്നും കിടന്നും ഇരുന്നും കഴിച്ചും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ആളുകൾക്കാണെങ്കിൽ ട്രിപ്പ് പോയതും കല്യാണത്തിന് പോയതും മറ്റ് ഫംഗ്ഷൻസിന് പോയതും അമ്പലത്തിൽ പോയതും ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനുണ്ട്. ഏതായാലും എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇടാതിരിക്കില്ല എന്നുള്ളത് ഞാൻ മനസ്സിലെടുത്ത തീരുമാനമാണ്. ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് വന്നെങ്കിലും ഞാൻ മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. ഉടനെ പോയി നമ്മുടെ പ്ലാനർ എടുത്ത് എഴുതി തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് താനേ വന്നോളുന്നേ. അതുകൊണ്ട് ഞാൻ വേഗം പ്ലാനർ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എഴുതി തുടങ്ങി. അപ്പം ശരി, മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ഡേ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.